ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ചെമ്മീൻ കോക്കനട്ട് ഫ്രൈ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചെമ്മീൻ, ഏകദേശം ഒരു 20-25 ചെമ്മീനുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി നന്നായി ചെമ്മീന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും 1 കപ്പ് തേങ്ങാ കൊത്ത് കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ചെമ്മീനിൽ തിരുമ്മി പിടിപ്പിക്കുക. ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഉപ്പ് കൂടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ അത് ചെമ്മീനിൽ നന്നായിട്ട് പിടിക്കും. അപ്പം പിന്നീട് അത് നമുക്ക് കുറയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും. ഉപ്പും പുളിയും പെട്ടെന്ന് ചെമ്മീനിൽ നന്നായിട്ട് പിടിക്കും. അതുകൊണ്ട് മാരിനേറ്റ് ചെയ്യുമ്പോൾ അധികം ഉപ്പ് നമ്മൾ ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്ക് എന്നിട്ട് 1 മണിക്കൂർ നമുക്ക് ഇത് എല്ലാം പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഞാൻ വഴറ്റാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു വലിയ സവോളയാണ്. അത് തീരെ കനം കുറച്ച് അരിയരുത്. തീരെ കനം കുറച്ച് അരിഞ്ഞ് കഴിഞ്ഞാൽ വഴറ്റി വരുമ്പോൾ അത് ഭയങ്കര സോഫ്റ്റായിട്ട് പോകും. കുറച്ച് കനം കൂട്ടി തന്നെ അരിയണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന നല്ല എരിവുള്ള 6 പച്ചമുളകാണ്. അത് ചെറുതായിട്ടൊന്ന് പൊളക്കണം. ചൂടായി കഴിയുമ്പോൾ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കരിവേപ്പില ആദ്യമേ വറുത്തെടുക്കാം. കരിവേപ്പില ആദ്യം വറുത്തെടുക്കുന്നതിൻ്റെ കാര്യം അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് എണ്ണയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ്. കരിവേപ്പില വറുത്ത എണ്ണയിലേക്ക് നമുക്കിനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് വറുത്തെടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ടെമ്പറേച്ചർ എപ്പോഴും മീഡിയത്തിൽ താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ അരപ്പ് കരിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അരപ്പ് കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സവോള പിന്നെ വഴറ്റുമ്പോൾ അതിനൊരു കരിച്ചൊവയായിരിക്കും. അതുകൊണ്ട് അരപ്പ് ഒരു കാരണവശാലും കരിഞ്ഞു പോകാതെ നോക്കണം. ചെമ്മീൻ്റെ ഒരു സൈഡ് ഇപ്പോൾ വറുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് അടുത്ത സൈഡും കൂടി നമുക്ക് വറുത്തെടുക്കാം. ചെമ്മീൻ വറക്കുമ്പോൾ അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒത്തിരി വറക്കരുത്. ഒത്തിരി വറുത്ത് കഴിഞ്ഞാൽ അത് ഒട്ടും സോഫ്റ്റ് ആയിരിക്കില്ല, അത് റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഒത്തിരി വറക്കാതെ ചെമ്മീൻ എടുക്കാൻ ശ്രദ്ധിക്കണം. ചെമ്മീൻ്റെ 2 സൈഡ് ഇപ്പോൾ ഏകദേശം വറുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ ചെമ്മീനെ മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി വന്ന അരപ്പിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. ഒത്തിരി എണ്ണ ഒഴിച്ച് വറക്കരുത്. ഒത്തിരി എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ സവോള നമ്മൾ വഴറ്റുമ്പോഴേക്കും അത് ഭയങ്കര ഓയിലി ആയിട്ട് വരും. നമ്മൾ ഈ സവോളയ്ക്കകത്ത് ഉപ്പൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. സവോള ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചിട്ട് നമുക്കിനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.